ഇലിപ്പക്കുളം BILP സ്കൂളിൽ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസിന്റെയും വാർഡ് 12 കൂട്ടായ്മയും ചേർന്ന് ഹൈസ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന ദ്വിദിന സമ്മർ ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AM ഹാഷിർ ഉദ്ഘാടനം ചെയ്തു. ഇലിപ്പക്കുളം BILP സ്കൂളിൽ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയും വാർഡ് 12 കൂട്ടായ്മയും ചേർന്നു ഹൈസ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കാമെന്ന പ്രമേയത്തിലുള്ള ദ്വിദിന സമ്മർ ക്യാമ്പിന് തുടക്കമായി. ഭരണിക്കാവ് പഞ്ചായത്ത് വാർഡ് 12 മെമ്പർ സൽമാൻ പൊന്നേറ്റിൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AM ഹാഷിർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുട്ടികളെ വിട്ട രക്ഷകർത്താക്കളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമുക്കറിയാം, വളരെ കെട്ട ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുവത്വം ഇന്നാകെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുകയും മയക്കുമരുന്നിന് അടിമപ്പെട്ട് വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പട്ടികയിൽ കുട്ടികളും ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. ആ ഒരു ഘട്ടത്തിൽ കുട്ടികളെ അവരുടെ സമ്മർ അവധി കാലങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി അവരെ നല്ല പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് സിജി ഇത്തരം ക്യാമ്പുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്യാമ്പിലൂടെ നമുക്ക് പരസ്പരം എല്ലാവരും അറിയുവാനും എല്ലാവരിൽ നിന്നും എല്ലാം തികയുന്ന ഒരു വ്യക്തി പോലും ഇവിടെ ഉണ്ടാകില്ല. അവരിൽ നിന്ന് നമ്മൾ കേട്ട് പഠിക്കുക. എന്താണ് നമുക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് ഒരു ക്ലാസ്സായിട്ടല്ല, നമ്മൾ ക്ലാസ് ചെയ്യുന്ന രീതിയേ അല്ല എന്നാണ് കേട്ടത്. കഴിഞ്ഞ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല. അപ്പം ഇതൊരു സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം പരിചയപ്പെട്ട് പരസ്പരം അവയിൽ നിന്നും മറ്റൊരാളിലേക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ സമ്പാദിക്കുക. ക്ലാസ്സിൽ ഇരുന്നുള്ള പഠനമല്ല ഈ രീതി. നമ്മൾ പരസ്പരം സംസാരിച്ച് നമ്മൾ അറിയുന്ന കഴിവുകൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക. അവരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പഠിക്കുക. ക്ഷമയോടെ ഇരുന്ന് കൃത്യനിഷ്ഠതയോടെ 2 ദിവസവും ആബ്സെന്റ് ആകാതെ 2 ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് ഓരോരുത്തരും തമ്മിൽ പരിചയപ്പെട്ട് ഓരോരുത്തരുടെയും വിലയേറിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഏറ്റവും വിജയകരമായി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക. സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നന്മ പ്രവർത്തിക്കുക, തിന്മ തടയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ദൗത്യം. ഇപ്പോൾ വ്യക്തമായ 2 മാർഗങ്ങൾ, 2 വഴികളുണ്ട്, നന്മയും തിന്മയും. ഇത് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതുകൊണ്ടാണ് ഉത്കൃഷ്ട മനുഷ്യനൊക്കെ പറയുന്നത്. ആ ഉത്കൃഷ്ടത അല്ലെങ്കിൽ ആ നന്മയുടെ വശങ്ങളെ എത്രമാത്രം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഒരാളിൽ നിന്നും ഏറ്റവും നല്ല നല്ല കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് വരുന്നത്. ഒരു വ്യക്തി ഒരു പ്രദേശത്ത് നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപദ്രവം ഉണ്ടാകില്ല. അദ്ദേഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ വരുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാനും നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയുന്നതുകൊണ്ട് നിങ്ങളോട് സംവദിക്കാനുള്ള കഴിയുന്ന പരിശീലകരാണ് ഈ ക്യാമ്പിൽ 2 ദിവസം പങ്കെടുക്കുന്നത്. സൽമാൻ പറഞ്ഞതുപോലെ 3 ദിവസത്തെ ക്യാമ്പ് 2 ദിവസമായി ചുരുക്കുകയും രാത്രികാലത്തെ ക്യാമ്പ് ഒഴിവാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ വളരെ ഹെക്ടിക്കായിട്ടുള്ള തിരക്കിട്ട ഒരു ക്യാമ്പായിരിക്കും. CG ഇലിപ്പക്കുളം കറ്റാനം ചാപ്റ്റർ പ്രസിഡന്റ് CJ വാഹിദ് ചെങ്ങാപ്പള്ളി സ്വാഗതം ആശംസിച്ചു. CG ആലപ്പുഴ വൈസ് പ്രസിഡന്റ് ഇസഡ് ഷാജഹാൻ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സുഹൂർ വർദി, കോർഡിനേറ്റർ നാസർ താങ്കുഴി, വാർഡ് മെമ്പർ ശൈലജ ഹാരിസ്, അഷ്റഫ് കോലേലിൽ, നൂഹു തുണ്ടുപറമ്പിൽ, ഹാഷിം കുറ്റിയിൽ, നിസാമുദ്ദീൻ നാടൻവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അൻഷാദ് അതിരമ്പുഴ, നിയാസ് ഷെരീഫ്, ഷാനിമോൾ ആലപ്പുഴ എന്നിവർ ക്ലാസുകൾ നയിച്ചു. CDNet ന്യൂസ് കറ്റാനം.